ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഫസ്റ്റ് വീഡിയോയുടെ താഴെ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരുമോ എന്നായിരുന്നു. അപ്പോ ലെറ്റ് മീ വെൽക്കം ഷെയ്ൻ നിഗം ആൻഡ് മഹിമ നമ്പ്യാർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നമുക്ക് 3 പേർക്ക് അതൊരു സന്തോഷമാണല്ലോ. നമ്മുടെ സ്വന്തം ലിറ്റിൽ ഹാർട്ട്. ഒരു 3 ഫാമിലിയാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട്. 2 ഫാമിലി മെയിൻ ആയിട്ട് ഞങ്ങൾ ഒഴിവാക്കിയല്ലേ. ഇപ്പൊ വിളിക്കട്ടെ ഞാൻ ജാഫറൊക്കെ. ഇപ്പൊ വിളിക്കും ഞാൻ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. മഹിമ ഇവിടെ ഇരിക്കുന്നോണ്ടെങ്കിൽ സത്യം പറഞ്ഞ മഹിമയുടെ ദേഷ്യമായിരുന്നു. പക്ഷെ എന്നെ ഷെയ്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നോടൊന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അല്ല, നോട്ടത്തിൽ നിന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. സിബി അത്രക്കാരനല്ല. എന്നെ പാർവതി ഞാൻ തന്നെ പിറകെ നടന്ന് കയ്യെ കാലയെ പിടിച്ച് ഓക്കെ ആക്കിയതാണത്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഷെയ്ൻ ഇങ്ങനെ, ചില സമയത്ത് ഷെയ്ൻ്റെ വർത്താനം കേൾക്കുമ്പോ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോന്ന് തോന്നും എനിക്ക്. ഒരു തവണ എന്റെ അബദ്ധത്തിന് ഞാൻ കുറച്ച് സൂപ്പ് വേണമെന്ന് ചോദിച്ചു പോയി. അത് ഞാൻ ഇപ്പോഴും മറക്കില്ല. ഞാൻ സൂപ്പ് പറയട്ടെ? വേണ്ടോ? ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ. വേണ്ടോ? എന്നാലും കുറച്ച് സൂപ്പ് ചേട്ടാ. കുറച്ച് പാർവതി ചേച്ചി വന്ന ഷെയ്ന്റെ മുടിയിലൊക്കെ തട്ടും. മോന് വയ്യേ ബേസിക്കായ ഒരു നമ്മളൊരു സ്നേഹവും കൺസേൺ ഉണ്ടാവും ആരോടായാലും. അത്രേ ഉള്ളൂ അതൊക്കെ. അല്ലാതെ തന്നെ കുടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പിന്നെ എല്ലാരും വർത്താനം പറയുമ്പോൾ ഷെയ്ൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും. ഫുൾ ആലോചന, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ. അതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. ഷെയ്ൻ എന്തൊരു പേരിടാൻ തോന്നുന്നേ? ഷൈൻജാൻ ഇപ്പൊ ആരാധിക. ഷെയ്ൻ ഷെയ്ൻ ഒരു പേരിട്ടെ. ദീപിക കപൂർ. അതൊരു മാച്ച് ഇല്ലല്ലോ. ദീപിക കപൂർ ഞാൻ ഉദ്ദേശിച്ചു. തിരിച്ചു പേരിടണോ? എനിക്ക് വേറൊരു പേര്. എന്നാലും ഷെയ്ൻ RDX കഴിഞ്ഞ് സാന്ദ്ര ചേച്ചി വീണ്ടും ഷെയ്ന് വേണ്ടി മഹിമേനെയാണ് നായികയായിട്ട് കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഷെയ്ന്റെ ഒരു ഇത്? ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ എനിക്ക് 2 സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഫസ്റ്റ് വീഡിയോയുടെ താഴെ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരുമോ എന്നായിരുന്നു. അപ്പോ ലെറ്റ് മീ വെൽക്കം ഷെയ്ൻ നിഗം ആൻഡ് മഹിമ നമ്പ്യാർ. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. താങ്ക് യു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ ചാനൽ തുടങ്ങി ഫസ്റ്റ് ഞാൻ മഹിമയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വീഡിയോ തൊട്ടേ എപ്പോഴും ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നു ഷെയ്നെയും മഹിമേനെയും കൊണ്ടുവരുമോ. അറ്റ് ലാസ്റ്റ് ഞാൻ 2 പേരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ എന്താ ചോദിക്കാതിരിക്കണം? അല്ല, ഞാൻ നിങ്ങളെ കണ്ട സന്തോഷത്തിലിരിക്കാം. മഹിമയോ? ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. ഷെയ്നോ? വളരെ സന്തോഷിച്ചിരി കൂടുതലാ. വേണോ? വേണ്ട, ആവശ്യത്തിന് സന്തോഷം. 3 പേർക്കും ഭയങ്കര സന്തോഷാണ്. കാരണം അല്ല, നമ്മളിന്നൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. നമുക്ക് 3 പേർക്ക് അതൊരു സന്തോഷമാണല്ലോ. നമ്മുടെ സ്വന്തം ലിറ്റിൽ ഹാർട്ട്സ്. അതെ. അപ്പോ ഷെയ്ന്റെയും മഹിമയുടെയും പുതിയ സിനിമ റിലീസ് ആവാൻ പോണ ലിറ്റിൽ ഹാർട്ട്സ്. അപ്പൊ അതില് അതെ ഞാൻ പറയട്ടെ. അപ്പൊ ഇനി അത് എന്റെയും കൂടെ ഒരു സിനിമയാണ്. കാരണം ഞാനും അതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഞാനും. അപ്പൊ അതാണ് നമ്മുടെ 3 പേരുടെയും സന്തോഷം. ഇപ്പൊ റിലീസ് ആവാൻ പോവാണ്. എന്താണ് ലിറ്റിൽ ഹാർട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്? ലിറ്റിൽ ഹാർട്ട്സ് ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ഞാനിത് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പറഞ്ഞു അതെ താമ്പർ. പാർവതിക്ക് അറിയുന്നിടത്തോളം എന്താണ് സിനിമ? അല്ല, ഇപ്പൊ ഷെയ്ൻ പറഞ്ഞ പോലെ ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് ആണ് സിനിമ. ഒരു 3 ഫാമിലിയാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട്. 2 ഫാമിലി മെയിൻ ആയിട്ട് ഞങ്ങൾ ഒഴിവാക്കിയല്ലേ. അയ്യോ, അതറിയാം. പ്രധാനപ്പെട്ട മെയിൻ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 2 ഫാമിലി ഉള്ളൂ. എഡിറ്റില് തൂക്കിപ്പോയി. കളയില്ല ഞാനിത്. ഇത് അങ്ങനെ തന്നെ ഇടും. ഇപ്പൊ വിളിക്കട്ടെ ഞാൻ ജാഫറൊക്കെ. ഇപ്പൊ വിളിക്കും ഞാൻ. എഡിറ്ററിനെ വിളിക്കണം നിങ്ങൾ. ഞാൻ എഡിറ്ററുടെ പോട്ടെ, കാം ഡൗൺ. നൈസായിട്ട് ഞങ്ങളെ ഒഴിവാക്കി. അങ്ങനെ നിങ്ങൾ മാത്രം ഇതിൽ നിൽക്കാതെ വിചാരിക്കണ്ട. നിങ്ങളും ബേബിയും മകനും മാത്രമാണോ? വേറെയും ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് സിനിമയില്. ഇവരുടെ കുടുംബമുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ എഡിറ്റില്.
എന്റെ കുടുംബം, എന്നാലും ഞങ്ങളുടെ കുടുംബം ഉണ്ടല്ലോ. കുടുംബത്തിന്റെ വീട് മാത്രം കാണിക്കുള്ളൂ, അകത്തേക്ക് പോകില്ല ഷോട്ട്. കുഴപ്പമില്ല, സാരമില്ല. ബാക്കി നരേഷൻ. ശരി. എന്റെ അപ്പനാണ് കേട്ടോ ജാഫ്രിക്ക. ഞാൻ ജാഫ്രിക്കയുടെയും തെസ്നീച്ചയുടെയും മോളായിട്ട് അഭിനയിക്കണേ. അതാണ് ഷെയ്ൻ ഞങ്ങളെ നൈസായിട്ട് ഒഴിവാക്കിയത്. എന്റെ അപ്പനെ ഇവർക്ക് കണ്ടുകൂടാ, അതാണ് മെയിൻ പ്രശ്നം. ലാസ്റ്റ് ട്വിസ്റ്റ് ഞാനില്ലാവൂല പടത്തിൽ. എല്ലാം കംപ്ലീറ്റ് പടം കഴിഞ്ഞ് എങ്ങനെയുണ്ട് പടം? ഷെയ്നെ കണ്ടില്ല. മാത്രം ഷെയ്ൻ അവിടെ പോയിരുന്നു. അപ്പൊ ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ. പക്ഷെ അതിൽ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിഫറെന്റ് ആശയങ്ങളും നാട്ടിൻപുറത്തെ കഥയാണെങ്കിലും കുറെ വേറെ കുറച്ച് നല്ല ഡിഫറെന്റ് ആയിട്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ജനറേഷനിലുള്ള എവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും, ഇപ്പം ഞങ്ങൾ കട്ടപ്പനയിലാണ് ഷൂട്ട് ചെയ്തതെങ്കിലും ആർക്കും കണക്ട് ചെയ്യാം. ഇപ്പൊ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന, ലവ് ഹാസ് നോ ബാരിയേഴ്സ് ഓർ നോ ബൗണ്ടറീസ് എന്നല്ലേ പറയുക. അപ്പം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് കാണാം, മുതിർന്നവർക്ക് കാണാം. സോ ഒരു എന്താ പറയാ, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് സിനിമ, വിത്ത് ലോട്ട് ഓഫ് ഇമോഷൻസും ഫണ്ണും കോമഡിയും റൊമാൻസും ഒക്കെ ചേർന്നിട്ടുള്ള മൊത്തത്തില് റൊമാൻസ് പരിപാടി ഉണ്ട് ഇതിനകത്ത്. അതെ അതെ, ഒരുപാട് റൊമാൻസ് ഉണ്ട്. ഒന്നല്ല, രണ്ടല്ല, 3. തന്റെ അടുത്ത പടത്തിന്റെ ഒരു റൊമാൻസ് അല്ലേ? അതെ. എന്നാലും എന്നെ ഒഴിവാക്കിയത് ശരിയായില്ല ഷെയ്ൻ. എവിടുന്ന്? മഹിമ ഇവിടെ ഇരിക്കുന്നോണ്ട് എനിക്ക് സത്യം പറഞ്ഞ മഹിമയുടെ ദേഷ്യമായിരുന്നു. പക്ഷെ എന്നെ ഷെയ്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്തോരം എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നോടൊന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അല്ല, നോട്ടത്തിൽ നിന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. സിബി അത്രക്കാരനല്ല. പ്രപ്പോസ് ചെയ്ത് ഇപ്പോഴോ? ഇല്ല, എന്നെ മൊരടിച്ചു പോയത്. പടം തീർന്നപ്പോഴേക്കും മൊരടിച്ചു പോയി. ഇത്ര പ്രായമില്ലേ കുട്ടിക്ക്? എന്നാലും ഒരു തവണയെങ്കിലും ഒന്ന് നോക്കായിരുന്നില്ലേ എന്തായിരുന്നു സിബിയുടെ വീട്ടിൽ പ്രശ്നം? വന്നുപോയി. എന്നിട്ട് എന്റെ പാർവതി, ഞാൻ തന്നെ പിറകെ നടന്ന് കയ്യെ കാലേ പിടിച്ച് ഓക്കെ ആക്കിയതാണത്. എനിക്ക് വേറെ കെട്ടാൻ താല്പര്യമില്ല. സത്യം പറഞ്ഞ ഇച്ചിരി പാടം ഇത്തരം കാര്യം. എന്ത് കണ്ടിട്ടായിരുന്നു മഹിമ? ഞാനോ ഷെയ്നോ? ഞാനോ? അത് പറയണോ? പറ. എന്താ കണ്ട്? ഇതെന്താന്നറിയോ, ഞങ്ങള് ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ് ഈ സിനിമയില്. ഞങ്ങള് ജനിച്ചു വളർന്നതൊക്കെ ഒരുമിച്ചാണല്ലോ. അപ്പൊ പിന്നെ ഇനിയിപ്പോ കാണാനും കാണിക്കാനും ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാ. പിന്നെ ഇതിലപ്പുറം ഞാൻ ഇനി ആരെ കാണാനുള്ള ഓർത്തിട്ടാണ് വേറെ ട്രൈ ചെയ്യാൻ നോക്കിയത്. അപ്പൊ നോക്കുമ്പോ അത് നടക്കാതെ. ഞാനാണെങ്കിൽ സിബിച്ച അങ്ങനെ നമുക്കിത് എല്ലാ ദിവസവും കാണുമ്പോ അതിന്റെ ഇതില്ലല്ലോ, വില ഉണ്ടാവും. ടോപ്പിക് മാറിപ്പോയോ ചെറുതായിട്ട്? അല്ല, നമ്മള് ഡെയിലി ചെറുപ്പം മുതൽ കാണണല്ല, പിന്നെ ഡെയിലി ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണല്ലോ. ബോറടിച്ച്. അത് ക്യാരക്ടർ നെയിം ആണ്. ഞാൻ സിബി, ഞാൻ ശോശ, അത് സിബി. സിബി എങ്ങനെ ഉണ്ടായിരുന്നു? സിബി ശോശ നാട്ടിൻപുറത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. മറ്റേ ഗ്രീനറിയും അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു സെറ്റിന്റെ ഒരു വൈബ് തന്നെ നല്ല ഭയങ്കര ഫണ്ണായിരിക്കും. പാർവതി വർക്ക് ചെയ്തുകൊണ്ട് പാർവതിക്ക് അറിയാം. കാരണം ഒരു ഫാമിലി സെറ്റപ്പാണ്, ഇത്രയും പേരുണ്ട്, സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കേൾക്കാനും നമുക്ക് ഒരുമിച്ചിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു, എനിക്ക് ഐ thoroughly enjoyed it. സിബിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ നാട്ടും പുറത്തെ ക്യാരക്ടറൊക്കെ ചെയ്യാൻ? നാട്ടുമ്പുറത്തെ ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ആണ് ഇങ്ങനൊരു ജോണറിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ട്രൈ ചെയ്യണം. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാത്തതെന്ന് മാറിക്കിടക്കുന്നത് ഇതിന്റെ ഒരു ഹ്യൂമർ സൈഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ടീം ചെറുപ്പക്കാരാണ്, അപ്പൊ അതിൻ്റെതായ ഒരു ഫണ്ണും ഡയറക്ടേഴ്സ് ആയാലും ക്യാമറ, അതെ, എല്ലാ ടീമും. ഇപ്പൊ ആൻഡു, എബി, ലൂക്ക്, ക്രിയേറ്റീവ് ഡയറക്ടർ ദിവ്യേട്ടൻ, അപ്പൊ ഞങ്ങളെല്ലാം, ഈവൻ ബാക്കിയുള്ള അസോസിയേറ്റ് അസിസ്റ്റൻസ് എല്ലാരും തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും ചെറിയ ചെറിയ ഇംപ്രൈസേഷൻസും എല്ലാം നമ്മൾ സത്യം പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ജാഫർക്ക് അടക്കം ഇപ്പൊ ബാബുരാജേട്ടനും എല്ലാരും ആ ഒരു വൈബിലാണ് പോയിക്കൊണ്ടിരുന്നേ മൊത്തത്തില് സെറ്റിലല്ലേ? അതെ, പാട്ടും കളിയും തമാശയും. ചേട്ടന് മൈക്ക് കിട്ടിയിട്ട് ഷൈൻചേട്ടൻ ഒരു ദിവസം വന്നിട്ട് മൈക്ക് കൊടുക്കുന്ന അവസാനത്തെ ഏതോ ഒരു ഇങ്ങനെ എന്തോ ഒരു വീഡിയോ പോലെ കണ്ടിരുന്നു. ഫുള്ള് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കായിരുന്നു ഷൈൻചേട്ടൻ സെറ്റില്. മറ്റേ പള്ളിപ്പെരുന്നാളാണോ? പള്ളിപ്പെരുന്നാളൊന്നും അല്ലേ, മറ്റേ ചായപ്പിൽ വെച്ചിട്ട്. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്ക് ഇപ്പൊ RDX ഒരു ഹിറ്റ് കഴിഞ്ഞ് അതിന് മുന്നേ ആയിരുന്നു ഇത് ശരിക്കും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്? അല്ല, RDXന് ശേഷമാണ്. ഷെയ്ൻ ഓൾറെഡി ഇന്ന് തോന്നുന്നു അല്ലേ? RDX റിലീസിന് മുന്നേ തന്നെ ഈ സിനിമയിൽ ഇന്നായിരുന്നല്ലോ. ഞാൻ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ. അപ്പൊ RDX ഒരു ഹിറ്റ് വന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ കോംബോ രണ്ടാമത് വരെയാണല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? നല്ല രസമായിരുന്നു. അതെന്താ അത് പറഞ്ഞ അല്ലായിരുന്നാ?
നല്ല രസമായിരുന്നു, നല്ല രസം. നല്ല രസമായിരുന്നു. ഞാൻ താൻ പറയണ ഞാൻ ശ്രദ്ധിച്ചതാണ്. പെട്ടെന്ന് നല്ല രസമായിരുന്നു പറയുമ്പോ ഒരു തിരിഞ്ഞു നോട്ടോ ശോശ പറഞ്ഞിട്ട് വേണം സിബിക്ക് പറയാൻ. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം RDX ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് കാര്യമായ ഇന്ററാക്ഷൻ ഒന്നും ഇല്ല. പിന്നെ ആ ക്യാരക്ടേഴ്സും അങ്ങനെ ആയിരുന്നല്ലോ. ഞങ്ങൾ വളരെ വളരെ ചുരുക്കം ചില സീൻസിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് നിൽക്കുന്നുള്ളൂ. പിന്നെ പ്രൊമോഷന്റെ സമയത്തും അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊരു കോൺവെർസേഷൻസ് ഒന്നും എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ ലിറ്റിൽ ഹാർട്സിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് സംസാരിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയം അല്ലെങ്കിൽ ആ സ്പേസും കിട്ടുന്നത്. അങ്ങനെ ഓർഗാനിക്കലി ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ, ഒരു കംഫർട്ട് സോൺ നമ്മൾ പറയുമല്ലോ, ഒരു കംഫർട്ട് ലെവൽ വരിക എന്ന് പറയുമല്ലോ, അതങ്ങനെ ഓർഗാനിക്കലി ബിൽഡ് ആയതാണ്. ഇപ്പൊ ലൈക്ക് കുറച്ചൊരു മിഡ് വേ ഒക്കെ തമ്മിൽ കളിയാക്കാനൊക്കെ ഫ്രണ്ട്ഷിപ്പ്. എങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കുന്നു പറയേണ്ട അവസ്ഥയാണോ എന്നോടാ? അല്ല, തിരിച്ചു അതെ. ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഷെയ്ൻ ഇങ്ങനെ, ചില സമയത്ത് ഷെയ്ൻ്റെ വർത്താനം കേൾക്കുമ്പോ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു എനിക്ക്. ചൊറിയുന്നതല്ല പ്രശ്നം, ഷെയ്ൻ വളരെ ചുരുക്കം ചില വാക്കുകൾ മാത്രമേ ചിലപ്പോ ഉപയോഗിക്കുള്ളൂ. ആ വാക്ക് നേരെ കൊണ്ട് കൊള്ളുന്നത് ഇവിടെ ആയിരിക്കും. എന്താന്നറിയോ, ചില സമയത്ത് ഷെയ്ൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ ചില സമയത്ത് പാവം കുട്ടിയോ വേറെ ഇല്ല. നമ്മൾക്ക് ചില സമയത്ത് ഷെയ്ൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ തോന്നും, ഈ കുട്ടീനെയാണോ ആൾക്കാർ മനസ്സിലാക്കാതെ, ഇത്രയും പാവം മോനല്ലേ എന്നൊക്കെ തോന്നും എനിക്ക്. ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. അത് പറയുമ്പോ തോന്നുന്നു എനിക്ക് മിണ്ടാൻ പാടില്ല, എനിക്ക് ജീവിതത്തിൽ ഞാൻ ഭയങ്കര റൂഡാണ് ചില, അതായത് അത് പറഞ്ഞിട്ട് പോകുന്ന ചില സത്യാവസ്ഥകൾ അതേപോലെ ഒരു സത്യാവസ്ഥ പറയോ പറഞ്ഞ സത്യാവസ്ഥകൾ പുറത്തു പറയാൻ പാടില്ല. എന്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ്. അതായത് ചില സമയങ്ങളിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഒറ്റപ്പോ തനിക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ, ഞാൻ പറഞ്ഞിട്ടൊരു പോക്ക. പിന്നെ ഞാൻ ഇത് ഓർത്ത് ഇത് എന്താണ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ആരും എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞാണല്ലോ. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല, ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഇടയിലാണോ ഷോർട്ടിന്റെ ഇടയില് അല്ലാതെ കോൺവെർസേഷൻസിലൊക്കെ എപ്പോഴും വേണമെങ്കിലും ആവാം ഇത്. അത് ചിലപ്പോ പറയാൻ പറ്റില്ല. ഒരു തവണ എന്റെ അബദ്ധത്തിന് ഞാൻ കുറച്ച് സൂപ്പ് വേണമെന്ന് ചോദിച്ചു പോയി. അത് ഞാൻ ഇപ്പോഴും മറക്കൂല. ഷെയ്ന് വയ്യാതിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ വയ്യാതിരുന്നപ്പം ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ സാന ചേച്ചിയുടെ വീട്ടില് അപ്പൊ ഷെയ്ൻ ഇങ്ങനെ തീരെ വയ്യ, പനിയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ ഇരിക്കുവോ, ഒരു ഷൂറാക്കിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ഷോർട്ടിന് ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ ഷെയ്ൻ ഇരിക്കുന്നതാണ്. നമ്മള് ബേസിക് ആയ ഒരു കൺസേൺ അല്ലേ, നമ്മള് ചോദിക്കൂല എന്ത് പറ്റി, അപ്പൊ വയ്യ, അപ്പൊ ഞാൻ സൂപ്പ് എന്തെങ്കിലും പറയട്ടെ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വേണ്ടടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല കുറച്ച് സൂപ്പ് പറയാം. അതല്ലേ സംഭവം പറഞ്ഞുതരാ. ആദ്യം വന്നിട്ട് പറഞ്ഞു പനിയാണല്ലേ, അപ്പൊ പനിയാന്ന് അറിഞ്ഞിട്ടുണ്ട്, പനിയാണ്. ഞാൻ വൈകിച്ചിട്ട് ടെമ്പറേച്ചർ ഞാൻ സൂപ്പ് പറയട്ടെ, വേണ്ടോ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ, വേണ്ടോ എന്നാലും കുറച്ച് സൂപ്പ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു പോയി. ഇപ്പൊ ഞാൻ ചോദിച്ചു എന്റെ അബദ്ധത്തിന്റെ കഷ്ടകാലത്തിന് ഞാൻ ചോദിക്കില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു വന്നിരിക്കുക ചേച്ചിയുടെ വീട്ടിൽ. അപ്പം പാർവതി ചേച്ചി എന്റെ ഡബിളാന്ന് കൂട്ടിക്കും. അറിയാലോ പാർവതി ചേച്ചിക്ക് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുമല്ലോ നന്നായിട്ട്. അപ്പൊ ഷെയ്ന് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ഷെയ്ന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ട് ക്ലോത്ത് നനപ്പിച്ച് കഴിഞ്ഞ് കയ്യിൽ വെച്ചേക്കും. അപ്പൊ ഷെയ്ൻ അവിടെ ഇരിക്കുകയാണ്, ഞാൻ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നോട്ടീസ് ചെയ്തോണ്ടിരിക്കാം. പാർവതി ചേച്ചി വന്ന് ഷെയ്ന്റെ മുടിയിലൊക്കെ തട്ടും, മോന് വയ്യേ. അപ്പൊ ഞാൻ കിട്ടോ വയ്യേ എന്ന് പറഞ്ഞപ്പോ ഷെയ്ന്റെ കയ്യിൽ ക്ലോത്ത് ഉണ്ട്. അപ്പൊ ഷെയ്ൻ അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ചേച്ചി വേഗം അങ്ങ് ഗ്രാബ് ചെയ്തിട്ട് ഷെയ്ന്റെ നെറ്റിയിൽ ഇങ്ങനെ അതിങ്ങനെ അപ്പൊ അതിങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ ഷെയ്ൻ ഇങ്ങനെ തട്ടി മാറ്റുണ്ട്. ചേച്ചി വേണം തട്ടി വെച്ചിട്ട് പോയപ്പോ വെച്ചോണ്ടിരിക്കുന്ന കൈ തട്ടി മാറ്റി ഒറ്റ പോക്ക് ഇറങ്ങിപ്പോയി. ഞാനിങ്ങനെ ഞാൻ വെച്ചിട്ട് രക്ഷപ്പെട്ട് എന്നെ എങ്ങാനും ഷൂ എടുത്തറിയാം. ഞാൻ ഒരു തവണയും കൂടെ ചോദിച്ചിരുന്നെങ്കിൽ എന്നെ ഷൂ എടുത്തറിയായിരുന്നു. പക്ഷെ ചേച്ചിയും ഷെയ്നും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതെ. ഷെയ്ന് തട്ടി മാറ്റിയിട്ടും ഒരു അമ്മ എങ്ങനെയാണോ അതുപോലെ ആ ക്ലോത്ത് എടുത്ത് ചേച്ചി പിറകെ പോവാ. മോനെ പോലടാ ഷെയ്ൻ മൈൻഡ് ചെയ്യാതെ ഒറ്റ പോക്ക്. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ബോണ്ടിങ്ങും അങ്ങനെ ആയിരിക്കും. അടുത്ത കട്ടില് അടുത്ത നേരം അത് കഴിഞ്ഞ് വേറെ കാര്യം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാണ് ആ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരുടെ നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമോ. ക്ലൈമാക്സ് ഷൂട്ട് കിടക്കണം, എങ്ങനെ ഈ അടുത്ത ഡയലോഗ് പറയൂന്ന് ആലോചിച്ചിട്ടാണ് എന്റെ തല മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ പനി, അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ സോപ്പ്, ഒരാൾ മറ്റേ
തുണി വെച്ച് ഇതാക്കണം. ഞാൻ മറ്റേ എനിക്ക് ഇച്ചിരി ഗിമി സ്പേസ് ഈ സീനാണ് ഞാൻ മനസ്സിലാക്കണില്ല ആരും. മഹിമയുടെ എനിക്ക് മറ്റേ കല്യാണം പോലെ കുറച്ച് ചായ എടുക്കട്ടെ, ചോറിടട്ടെ. നമ്മള് അത്യാവശ്യം എല്ലാ സീനും ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലാ സീനിലും വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പാർവതി ബേസിക് കൺസേൺ മനുഷ്യത്വം എന്ന് പറഞ്ഞത് അതോടെ എനിക്ക് മനസ്സിലായി. എനിക്ക് വയ്യാതെ ഇരുന്ന ഷെയ്ൻ വന്ന് ചോദിക്കാനൊന്നും പോണില്ല എന്തെങ്കിലും വേണോന്ന്. ഞാൻ ചോദിക്കൂല. കണ്ടാ ബേസിക് ആയ ഒരു നമ്മളൊരു സ്നേഹവും കൺസേൺ ഉണ്ടാവില്ല ആരോടായാലും. അത്രേ ഉള്ളൂ അതൊക്കെ. അല്ലാതെ തന്നെ സൂപ്പ് കുടിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ആ സമയം ഇത്ര വെള്ളം തരാന്ന് മരിക്കാൻ കിടങ്ങ വെള്ളം വേണോ? വിശ്വസിച്ച് എന്താ പറ്റി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കായിരുന്നു. അല്ല ക്ലൈമാക്സ് ഷൂട്ട് അതായത് ബേസിക്കലി എന്താണെന്നറിയോ, ഷെയ്നൊരു ഒരു ചില സ്പേസിൽ പോക്കുണ്ട് ചില സമയത്ത്. ആ സ്പേസിൽ പോയി കഴിഞ്ഞാൽ ആരും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അടുത്ത ഷോട്ടിന് വിളിക്കും. അപ്പൊ നമുക്കൊരു ധാരണയാണ് ഏകദേശം ഇതിങ്ങനെ പ്ലേ ചെയ്യണോന്ന്. വളരെ കൃത്യമായി എഴുതി വെച്ച ഡയലോഗുകളല്ല നമ്മൾ ഇംപ്രൈസ് ചെയ്യുമ്പോൾ വന്നത്. അപ്പൊ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിന് ഏത് ഗ്രാഫ് ഇതാണ് തലയിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഓക്കെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വേറൊരു സാധനം വന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മുടെ തലയിലുണ്ട്. ആ മൂഡിൽ നിന്ന് എനിക്ക് ഡീവിയേറ്റ് ആവാൻ വേറൊരു സാധനത്തിലേക്ക് പോകാൻ ടോപ്പിക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒരു പരിധിക്കുള്ളിൽ എനിക്ക് പറ്റില്ല. പോരാത്തതിന് ഭയങ്കര പനിയായിരുന്നു. പനി ഇങ്ങനെ വിറച്ചിട്ടിരിക്കണം. ഒന്നും പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ അടിച്ച് ഫിറ്റ് ആയിട്ട് വന്ന സീനാ. അപ്പൊ മൊത്തം വന്നിട്ട് ഈ പനിയുടെ വന്നിട്ട് മറ്റേ ഫുൾ സ്വെറ്റൊക്കെ അടിച്ച് അറിയാലോ, വാട്ടർ സ്പ്രേ അടിച്ചപ്പോ രാത്രി നല്ല തണുത്ത് ഈ സീനിലാണ് നിൽക്കണം. ഇതിന്റെ ഇടയിലാണ് ഇങ്ങനെ കണ്ടിട്ട് വിഷമം കൊണ്ടല്ലേ ചോദിക്കുന്നേ. അത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാനേ കറക്റ്റ് ആണ്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു സൂപ്പ് കഴിച്ചിട്ട് വേണ്ട. ഇനി ഞാൻ സൂപ്പ് സൂക്ഷിച്ചും കണ്ട് സൂപ്പൊക്കെ പോയിട്ട് ചോദിക്കാം. ഇല്ല ഇനി ഞാൻ ചോദിക്കൂല. ഞാൻ ജീവിതത്തിൽ സൂപ്പ് അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ഇനി ഉണ്ടാക്കരുത്. സൂപ്പ് പോയിട്ട് ഒന്നും ചോദിക്കില്ല. അനുഭവിച്ചോ പനി ഒന്ന് അനുഭവിച്ചോ. അല്ല ഇപ്പൊ ഇംപ്രവൈസേഷന്റെ കാര്യം പറഞ്ഞോണ്ട ഞാനുള്ള സമയം എനിക്ക് കുറച്ച് ദിവസം ഷൂട്ട് ഉള്ളപ്പോഴും ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഷെയ്ൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും അപ്പൊ തന്നെ ഡയറക്ടറിന്റെ അവിടെ പോയിട്ട് നോക്കുന്നു. പിന്നെ എല്ലാരും വർത്താനം പറയുമ്പോൾ ഷെയ്ൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും. ഫുൾ ആലോചന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അല്ലേ ഷെയ്ൻ? ഇപ്പോഴും എടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ 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 പടം ഇറങ്ങിയതിനു ശേഷം ആലോചിച്ചിട്ട് ആലോചിക്കാം. അപ്പഴേ എന്തെങ്കിലും നടക്കുള്ളൂ. വേറെ അതെ അതെ ശരിയാ. പക്ഷെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. അതെനിക്ക് തിരുത്തി തന്നത് ഷെയ്നായിരുന്നു. അല്ല നമ്മളുടെ ഫാമിലി ഇൻട്രൊഡക്ഷൻ സീനായിരുന്നു. അപ്പോ എന്തൊക്കെയൊരു ഡയലോഗ് തന്നു. ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ മതിയോ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഷെയ്ൻ എന്റെ അടുത്ത് പറഞ്ഞു ഇവരായതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോ നമുക്ക് വഴക്ക് കേൾക്കും എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു പോയിന്റ് പോസ് ഇടണമല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഷെയ്ൻ എന്നിട്ട് താനല്ലേ ഇവിടെ പറഞ്ഞു കൊടുത്തുള്ളൂ, വേറെ ആരെങ്കിലും താൻ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? രണ്ടുപേരും മാത്രമാണോ സീൻ എടുത്ത്? അന്നപ്പോ ചിലപ്പോ പറയാൻ പറ്റില്ല. അങ്ങനെയായിരിക്കും. മഹിമയ്ക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടോ ഫസ്റ്റ് ഒക്കെ? 5 മിനിറ്റ് അല്ല ഷീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറ്റും. എനിക്ക് അബദ്ധങ്ങളെ പറ്റാറുള്ളൂ. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാ അബദ്ധങ്ങളും. മഹിമയുടെ പേര് മാറ്റിയായിരുന്നു ഷൈൻ ചേട്ടൻ. ഷൈൻ ചേട്ടൻ എന്റെ പേര് മാറ്റിയതോ? എന്താണ്? ആരാധ്യാന്നോ? ആരാധിക. എന്റെ പേര് അതായത് ഞാൻ അതിങ്ങനെ നീ നിനക്ക് തന്നെ മഹിമ എന്ന് പേരിടും. ഷൈൻ ചേട്ടന്റെ ചോദ്യമാണ് ആലോചിച്ചപ്പോ എനിക്കും തോന്നി ഇത് കറക്റ്റ് ആണല്ലോ. നീ നിനക്ക് തന്നെ എങ്ങനെ മഹിമ എന്ന് പേരിടും? കാരണം എന്റെ പേര് മഹിമ ഷെയ്ന്റെ അർത്ഥം എന്താ തനിക്ക് അറിയാം? എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ എന്താ ശരിക്കും ഷെയ്ന്റെ അർത്ഥം അല്ലേ? ഷെയ്ൻ എന്ന് പറഞ്ഞ പേരിന് അർത്ഥം ഉണ്ടാവും. ഇതിപ്പോ അപ്പൊ നമുക്കിപ്പം പാർവതി എന്ന് പേരിടുന്ന നമ്മൾ സ്വയം പാർവതിയാന്ന് വിചാരിച്ചിട്ടല്ലോ. അങ്ങനെ എനിക്കിട്ട പേരാണ് മഹിമ. അപ്പൊ അത് കൊള്ളൂലെന്ന്. അതെങ്ങനെ നീ നിനക്ക് തന്നെ മഹിമ എന്ന് പേരാണ് നിന്റെ പേര് ഇനി മുതൽ? ആരാധിക. ആരാധികാന്നോ ആരാധ്യാന്നോ? ആരാധിക. ആരാധിക. ആരാധിക എന്ന് പറഞ്ഞ പാട്ടില്ലേ? അങ്ങനെ എന്റെ പേര് ഇനി മുതൽ ആരാധിക. എന്തായിരുന്നു അബദ്ധം പറ? എല്ലാ അബദ്ധങ്ങളാ പാർവതി, എല്ലാ അബദ്ധങ്ങളാ. കിട്ടി. ഗ്രേസ്ഡ് ബൈ ഗോഡ്. അപ്പോഴോ? ഷെയ്ന്റെ അർത്ഥം അതാണ്. അപ്പോഴോ അത് കുഴപ്പമില്ലേ? ഗ്രേസ്ഡ് ബൈ ഗോഡ് അല്ലേ? സ്വന്തം ഗ്രേസ് ചെയ്യണില്ലല്ലോ. സ്വന്തം ഗ്രേസ് ചെയ്യുന്നല്ലോ, ഗോഡല്ലേ? ഗ്രേസ് ചെയ്തത്. മഹിമയുടെ എന്താ മീനിങ് ശരിക്കും? മഹിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ടല്ലോ. അതല്ലാതെ എന്താ മഹിമ? ഇവര് രാവിലെ ഇവര് പറഞ്ഞ് ഞാനൊരാളെ ഗൂഗിൾ ചെയ്താണ്, അല്ലാതെ വേറൊന്നും. അതിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല. കേട്ടോ, ഗ്രേറ്റ്നെസ്, സ്പ്ലെൻഡർ, മെജസ്റ്റി, ഡിഗ്നിറ്റി എന്നൊക്കെയാണ്. സ്വന്തമായിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് നോബിൾനെസ് ഓഫ് ദ ക്യാരക്ടർ.
സത്യം അറിഞ്ഞിട്ടതാ എനിക്ക് പേര്. ആരായിട്ടത്? ആരോ. അപ്പോ ഇതിന് നല്ല പേര് കിട്ടാൻ സാധ്യത കുറവാണ്. എന്താണ് ഇതിന് ഷെയ്ൻ എന്തൊരു പേരിടാൻ തോന്നുന്നേ? ഷൈൻജാൻ ഇപ്പൊ ആരാധികാന്ന് ഇട്ടു. ഷെയ്ൻ എന്താ ഷെയ്ൻ ഒരു പേരിട്ടെ? ചോദിച്ചു വാങ്ങുന്ന പോലെ ആവോ നമ്മള്. ദീപിക കപൂർ. എന്താ അങ്ങനെ തോന്നിയേ? ദീപിക കപൂർ. ഓക്കെ ഗൈസ്, ദീപിക കപൂർ ഞാൻ ഉദ്ദേശിച്ചത്. ഷെയ്ൻ മഹിമയ്ക്ക് പേരിട്ടിരിക്കുകയാണ് ദീപിക കപൂർ. തിരിച്ചു പേരിടണോ? എനിക്ക് വേറൊരു പേര് രൺബീർ പാദുക്കോൺ. അയ്യേ എന്ത് രൺബീർ പാടുക്കോൺ എന്നൊക്കെ. കറക്റ്റ് അല്ലേ? രൺബീർ പാടുക്കോൺ. പാദുക്കോൺ. അങ്ങനെ ദീപിക കപൂർ എന്നല്ലേ പേരിട്ടെ? ആ ഞാൻ തിരിച്ചിട്ടതാ. ആ അറ്റത്തെ മാറ്റി രൺബീർ വേറെ എന്തെങ്കിലും. എന്തോ ഒരു എന്താ മറ്റേ രൺബീർ രൺബീർ സിംഗ് കപൂർ റാത്തോഡ് തന്നെ. മതിയോ? രൺബീർ സിംഗ് റാത്തോഡ്. ആ പേര് ഇഷ്ടമാ ഷെയ്ന്. എനിക്ക് അത്രയും വലിയ പേരൊന്നും ഇഷ്ടമല്ല. ഈ മറ്റേ ആനിമലിന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? അത് രൺവിജയ് സിംഗ്. ആ രൺവിജയ് സിംഗ്. അത് മതി. അത് മതി. എനിക്കറിയാം പേര് ഇഷ്ടമാണ്. ഇത് ഈ ആനിമൽ കണ്ടിട്ട് എപ്പോഴാന്ന് ഓർമ്മയില്ല. ആനിമൽ കണ്ടിട്ട് എപ്പോഴോ ഒരു തവണ പെട്ടെന്ന് ഐ ആം രൺവീർ സിംഗ് റാത്തോഡ്. എന്തായിരുന്നു? രൺവിജയ് സിംഗ്. ആ രൺവിജയ് സിംഗ് റാത്തോഡ് എന്നൊക്കെ പറഞ്ഞ. റാത്തോഡ് ഇല്ല കുട്ടി, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പേരൊക്കെ അതിന്റെ പിന്നെ എന്താ ഫുൾ പേര്? രൺവിജയ് സിംഗ്. അത്രേ ഉള്ളൂ. ഐ ആം രൺവിജയ് സിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടായിരുന്നു കുറച്ച് ദിവസം. എന്താ പറയാ? എന്തായിരുന്നു അത്? പറ. തോക്കായിട്ടല്ലേ? ആ തോക്കായിട്ട് ഒരു തോക്കൊക്കെ എടുത്തിട്ട്. അല്ല എന്തോ വലിയ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതാണോ തോന്നുന്നു? വലിയ കാര്യം എന്തായിരുന്നു, ഞാൻ വിട്ടുപോകുന്നു. എന്തോ പറയാൻ വന്നു. ഇപ്പൊ തന്നെ മറന്നുപോയാ? ആനിമലായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. വലിയ സംഭവം എന്ന് പറയുന്നത് ആനിമല് കണ്ട ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് പടം ഭയങ്കര വർക്കായി. അപ്പോ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഒരു സിനിമ നല്ലതാണെന്ന് ഞാൻ അറിയാതെ ഈ കുട്ടീനോട് പറഞ്ഞു പോയി. അതോടെ എന്റെ ജീവിതം തീർന്നു മോനെ. എനിക്ക് മറ്റേ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഞാൻ വളരെ മോശം പടമാണ്. അല്ലല്ല പടം വർക്കായി എന്നുള്ളത് മാത്രല്ല, പിന്നെ ഷെയ്ൻ എല്ലാ പടത്തിലും വർക്കായി എന്നാണ് ആദ്യം. അങ്ങനെ രീതിയിലാണ് പിന്നെയാണ് സമ്മതിച്ചത്. ഞാൻ അതിന്റെ ആസ് എൻ ആർട്ട് എനിക്ക് വർക്കായി എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമൊക്കെ പിന്നെ ഇങ്ങനെ അപ്രീസിയേഷൻ ഇങ്ങനെ വാരിക്കൊട്ടുക. എടോ ഞാനേ എന്റെ എനിക്ക് ഓർമ്മ ഹാർഡ് കോർ ഫാൻ ആണ്. ഞാൻ പറഞ്ഞു പല സീനും, അതായത് സിനിമ ആസ് എ ഹോൾ ആസ് എ ക്രാഫ്റ്റ് നല്ലതാണ്, രസാ കാണാൻ, ഭയങ്കര മേക്കിംഗ് ഒക്കെ രസമാണ്. പക്ഷെ പല സീനും എനിക്ക് വർക്ക് ആയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചില സീനിന്റെ എക്സാമ്പിൾ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നായകൻ ചെയ്യുമ്പോ ബുദ്ധിമുട്ടാണ്. അത് വില്ലൻ ഞാൻ ഒരു വില്ലനാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു നായകൻ ചെയ്യുമ്പോ എനിക്ക് അതാണല്ലോ എന്റെ ഒരു വെറൈറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സിനിമയില് രൺബീർ കപൂറിനെക്കാളും ഇഷ്ടമായത് മറ്റാളാരാ, മറ്റേ ഓപ്പോസിറ്റ് വന്ന ആളായിരുന്നു ചേട്ടൻ. അതാണ് നമ്മൾ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെയാണെങ്കിൽ സിനിമയിലെ ഹീറോ ആ മനുഷ്യനായിട്ടാ തോന്നിയത്. ഞാൻ പറഞ്ഞു പാവമായ വില്ലനും ദുഷ്ടനായ ഹീറോയും. അതാണ് എന്റെ വെറൈറ്റി. ഇങ്ങനെ ഞങ്ങള് പറഞ്ഞു വഴക്കായ അവസാനം ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല. എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിർത്താം. പറയണ എല്ലാം കറക്റ്റ്, ഞാൻ പറയണ എല്ലാം തെറ്റ്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്തായാലും 1000 കോടി കളക്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഷെയ്ൻ RDX കഴിഞ്ഞ് സാന്ദ്ര ചേച്ചി വീണ്ടും ഷെയ്ന് വേണ്ടി മഹിമേനെയാണ് നായികയായിട്ട് കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഷെയ്ന്റെ ഒരു? അതിനൊക്കെ വലിയ കഥകളുണ്ട് കുട്ടി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇത്തരം കാര്യങ്ങൾ. ചേട്ടൻ പറയുന്ന കഥയാണോ മറ്റേ പച്ചക്കിളി മുത്തിച്ചേരോ? അയ്യോ അത് മറ്റേ അത് പക്ഷെ അത് വൻ കൾട്ട് സാധനം കേട്ടോ. മൈക്കൊക്കെ നശിപ്പിക്കല്ലേ, സൂക്ഷിച്ചേക്ക്. തിരിച്ചു കൊടുക്കണ്ടയാ, വാടകയ്ക്ക് എടുത്തോണ്ട് വന്നേക്കണല്ലേ. ഷെയ്ൻ അന്ന് എനിക്കൊരു മൈക്ക് സ്പോൺസർ ചെയ്യും ഹാപ്പി ഫ്രെയിംസിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ യൂട്യൂബിന്റെ നിന്ന് ഒരു ഷെയർ തന്നാ മതി. എന്നാ പിന്നെ എനിക്ക് തന്നെ വാങ്ങിച്ചു. അത് കൊള്ളാം. എന്നാ ശരി. അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നു? സാന്ദ്ര ചേച്ചി നായികയായിട്ട് മഹിമേനെയാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രൊമോ വീഡിയോ കണ്ടിരുന്നോ നിങ്ങൾ? ഞാൻ കണ്ടായിരുന്നു. അതിലാരായിരുന്നു നടി? എല്ലാവർക്കും അറിയാലോ, അനഘ. അപ്പൊ എന്തായാലും ആദ്യത്തെ നടി അനഘയാണല്ലോ. അപ്പൊ ശരി, അതവിടെ വെച്ചോ. ഒരു ക്ലാരിഫിക്കേഷൻ ഇന്ന് വേത്തണം. എനിക്ക് ഉത്തരം പറഞ്ഞ ഞാൻ മടുത്ത്. ശരി, ഇതിന്റെ ബാക്കിൽ എല്ലാരും എന്നോട് ചോദിക്കുന്നേ പ്രൊമോയിൽ അനഘയായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ മഹിമ വന്നു? ട്വിസ്റ്റ് മഹിമ വേണോ? ഞാൻ വല്ല കല്ലും പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ടൊരു നായികനെ വേണം. കാര്യം കൊറേ ഒരു എന്താ പറയാ നല്ല പെർഫോമർ ആയിരിക്കും. ഇച്ചിരി മറ്റേ ഒരു വെറുതെ പേരിലൊരു നായികയല്ലല്ലോ, അത്യാവശ്യം അഭിനയിക്കുകയും വേണം. ഈ പറഞ്ഞ ക്യാരക്ടർ ആയിട്ടും തോന്നണം, ഒരു നാടനും തോന്നണം, എന്നാ അഭിനയം വേണം. ഇപ്പൊ ഈ 2 ഫാക്ടേഴ്സ് ആണ്. അപ്പം ഇതൊന്നും നോക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞു RDXന്റെ എന്തോ സംഭവങ്ങളൊക്കെ ഇറങ്ങുകയും ചേച്ചി തന്നെ പറഞ്ഞു. നമ്മള് മഹിമേനെ അന്വേഷിച്ചു. അതല്ല, നമ്മുടെ ആൻഡോ എന്ന് പറഞ്ഞു ഡയറക്ടർ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ പേര് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവർക്ക് ഡേറ്റിന്റെ പ്രശ്നം, ഈ കുട്ടിക്ക് ഡേറ്റിന്റെ പ്രശ്നം. അപ്പൊ ഡേറ്റിന്റെ പ്രശ്നമായി.
അപ്പൊ നമുക്ക് പിന്നെ ചിന്തയിലില്ലല്ലോ. പിന്നെ നമ്മള് കുറെ നോക്കി ലാസ്റ്റ് അനഘേനെ കൺഫേം ചെയ്തു. അനഘ വന്ന് പ്രൊമോ ഷൂട്ട് ചെയ്തു. നമ്മൾ പടത്തിന്റെ ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നായികേനെ കിട്ടുന്നില്ല, ഫോണിൽ കിട്ടും, അങ്ങനെ എന്താണ്ട് കുറെ ഇത്. പിന്നെ വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞൊരു ഇത്. പിന്നെ ഒരു അറിവില്ല എന്നുള്ളതല്ല, അവര് പിന്മാറി, പടത്തിൽ നിന്ന് പിന്മാറി, അവരുടെ പേഴ്സണൽ റീസൺ പിന്മാറി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പടം ഷൂട്ടും തുടങ്ങി, പടത്തിന് നായികയുമില്ല. ഞാനിനി എന്ത് ചെയ്യും? അല്ല, പടം നിന്നുകൂലേ, ഷൂട്ട് നടക്കൂലല്ലോ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവസാനം പറയട്ടെ, അവിടെയും ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മറ്റേ മാലാഖേനെ പോലെ ഇറങ്ങി വന്നു. ഇന്ന് വാങ്ങിച്ച് കൂട്ടുവന്ന് ഉണ്ടല്ലേ. മാലാകമാര് ഇത് കണ്ടിട്ട് പേടിക്കും. താൻ വെറുതെ അതും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ മിണ്ടാതിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഷൂട്ട് തുടങ്ങി നമ്മളാകെ പാനിക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി നോക്കാൻ ഇനി ഇന്ത്യയിൽ ഒരു നായികൻ ബാക്കിയില്ല. അങ്ങനെ അവസ്ഥ. ഇനി വിളിക്കാൻ ഒരു പേരില്ല, വിളിക്കാൻ ഒരു നമ്പർ ഇല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ഒരു ദിവസം സാധിച്ചേച്ച് വന്നിട്ട് പറയാം, ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം പടം നടക്കണമല്ലോ. മഹിമ ജസ്റ്റ് ഒരു ഗ്രീൻ സിഗ്നൽ തന്നിട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നമുക്ക് സർപ്രൈസ് കൊടുക്കാന്നാണ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് ഈ കുട്ടി വരികയാണ്. സർപ്രൈസ് ആയത് ഞാനാ ഷെയ്നെ കണ്ടിട്ട്. കാരണം ഞാൻ RDX കാണുമ്പം ഷെയ്ൻ റോബർട്ട് എന്നുള്ള ക്യാരക്ടറിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അതിലും അത്യാവശ്യം സീരിയസ് ഒക്കെ ആയിട്ടാ. ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് നോക്കുമ്പോ ഒരാള് മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര ചില്ലായിട്ട് ഹലോ മഹിമ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംസാരം. അത് സന്തോഷമല്ല, ക്യാരക്ടർ ആയതാ. എന്നെ കണ്ടതിന്റെ സന്തോഷമൊന്നുമില്ല. ഞാൻ അന്ന് വിചാരിച്ചെന്താന്നറിയോ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഈ സന്തോഷം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഷെയ്ൻ എന്നെ കണ്ടതിന്റെ സന്തോഷം. ഞാൻ എന്നിട്ടോ ഷെയ്ൻ ഭയങ്കര സന്തോഷമൊക്കെ. കൊറേ നാളായി ഞങ്ങളൊരു നായകനെ. അതൊന്നല്ല സംഭവം, ഷെയ്ൻ ക്യാരക്ടർ പിടിച്ചതാ. ഷെയ്ൻ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോ ആ ക്യാരക്ടർ ആവുമല്ലോ. ഇപ്പൊ ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റൂമിൽ പോയിട്ട് ഞാൻ അമ്മയോട് ഷെയ്ന് ഭയങ്കര സന്തോഷം, എന്നെ കണ്ടതിന്റെ ഭയങ്കര സന്തോഷാന്നൊക്കെ. പിന്നെ മനസ്സിലായി ഇത് ക്യാരക്ടർ ആയിരുന്നു. ഷെയ്ൻ എങ്ങനെയാ കട്ട് പറഞ്ഞ അപ്പൊ തന്നെ ക്യാരക്ടർ വിടോ? ഇറങ്ങിപ്പോവാനും കയറാനും ടൈം എടുക്കും. അപ്പൊ അങ്ങനെ നായികയെ കിട്ടിയ സന്തോഷത്തിൽ നായകൻ ഇരിക്കുമ്പോൾ ഇതാണ് നായകൻ എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു നായികയുടെ സന്തോഷം? ഈ പടത്തിൽ ഞാനാ നായകൻ ആ കുട്ടിക്ക് അറിഞ്ഞൂടെ? എന്നാലും അതല്ല സന്തോഷായിരുന്നു. കാരണം RDXന് ശേഷം എനിക്ക് ഷെയ്ന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അത് ഈ സിനിമയായതിൽ ഒരുപാട് സന്തോഷം. അതായത് ഒരു സിനിമ കഴിഞ്ഞു രണ്ടാമത്തേലേക്ക് വരുമ്പോ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഓപ്പണപ്പ് ആയ പിന്നെ എനിക്ക് കൂടുതൽ പരിചയപ്പെടുന്നവരോ അല്ലെങ്കിൽ സംസാരിക്കുന്നവരോ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഭയങ്കര പാവ ആള്. ഇത് എന്നെ പൊക്കണേൽ എനിക്കൊരു പേടിയുണ്ട്. വേറെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥ ഞാനൊന്നും മനസ്സിലാക്കാനില്ല. എനിക്ക് എന്നും മനസ്സിലാക്കണ്ട. പാർവതിയും ജനങ്ങളും മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എന്റെ സംസാരം അത്ര നല്ലതല്ല. എന്തുകൊണ്ട് 2 മിനിറ്റ് കൂടുതൽ മഹിമയോട് സംസാരിക്കാൻ പറ്റുന്നു? നല്ലൊരു ടാഗ് ലൈൻ അല്ലേ? ഇതന്നെ ഇടണോട്ടാ. അല്ലെങ്കിൽ തന്നെ ഞാൻ പണിയൊക്കെ നേരത്തെ വിട്ടു. ഇതിപ്പോ എന്റെ ചാനലല്ലേ, ഞാൻ അങ്ങനത്തെ പണിയൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ കാഷ്വലായി വരും, സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ അതിനൊരു എനിക്ക് മനസ്സിലാകണ്ട റെസ്പെക്ട്. തമിഴ്നടി ആ സാധനമാണ് നമ്മള് കാണുന്നത്. മലയാളിയാന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ മലയാളമൊക്കെ സംസാരിക്കണോ, ഇത്രയും മലയാളം അറിയാവുന്ന തമിഴ്നടിയോ? ഇതാണ് എന്റെ തലയിൽ ഓർഡർ. അപ്പൊ നമുക്കിനെ ഭയങ്കരമായിട്ട് അമ്പോ ഇത് കൊള്ളാലോ. ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കാന്ന്. കുരു എടുത്തെറിയണതും അതിങ്ങനെ നോക്കണതും അതൊക്കെ എല്ലാ ഇംപ്രൈസ് അല്ലേ? മറ്റേ എന്നോട് ജോൺസിന് പണ്ടേ കുരുവാ. ഇപ്പൊ ഒരു 2 ടേക്ക് കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ ഭാഷ മറന്നു പോയപ്പോൾ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിട്ട് തന്നെയാണ്. ഭയങ്കര രസമായിട്ടായിരുന്നു വർക്ക് ചെയ്തത്.